മച്ചാട് മാമാങ്കത്തോടനുബന്ധിച്ച് നമ്മുടെ വീട്ടിൽ പറ വെച്ചതിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അണിഞ്ഞു പറ വയ്ക്കാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങുകയാണ്. പറ കൊമ്പൂത്ത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ അവിടേക്ക് പെട്ടെന്നെത്തും. അപ്പോൾ പറ വരുന്നതിന് മുന്നോടിയായിട്ട് തന്നെ നമ്മൾ പറയും കാര്യങ്ങളെല്ലാം ഒരുക്കി വെക്കുകയാണ് ചെയ്യാറ്. ഇതാന്ന് പറയുമ്പോഴേക്കും എത്തും. അപ്പോൾ അതിൻ്റെ ഇടയിൽ നെല്ല് കൊണ്ടുവന്നിട്ടുണ്ട്. പറയ്ക്ക് മുന്നേ നെല്ല് കൊണ്ടുവന്ന് തന്നു നമുക്ക്. അത് കഴിഞ്ഞ് പറ വന്നു, നെല്ല് ചെരിയാണ് അമ്മ കേട്ടോ. അതുപോലെ മറ്റുള്ള അമ്പലങ്ങളിലെ പറകൾ പോലെയല്ല മച്ചാട് മാമാങ്കത്തിൻ്റെ പറ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള പറകളിലൊക്കെ വെളിച്ചപ്പാട് നടന്നാണ് വരിക. നമ്മുടെ ഇതിൽ ഒരാളുടെ കഴുത്തിൽ ഇളയതിനെ കയറ്റി ഇരുത്തിയിട്ടാണ് കൊണ്ടുവരിക, നടന്നിട്ടല്ല വരിക കേട്ടോ. അതാണ് പ്രത്യേകത. പിന്നെ വളരെ ഫാസ്റ്റായിട്ടുള്ള പറയാണ്. എന്ന് പറയുമ്പോഴേക്കും പറ ഇവിടെ എത്തും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ കുഞ്ഞാറ്റ ഈ കൊല്ലം കുംഭക്കുടം എടുക്കുന്നുണ്ട്. നാളെയാണ് മച്ചാട് മാമാങ്കം. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇളയത് വന്നു. ഇളയതിന് നമ്മൾ ദക്ഷിണ കൊടുക്കുന്നതിൻ്റെ ഒരു ഇതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കുഞ്ഞാറ്റേനെ വിളിച്ചിട്ട് കാക്കൽ കുമ്പിടിക്കുകയാണ്. അപ്പം ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ നെല്ല് തന്നത് തിരിച്ചങ്ങോട്ട് തന്നെ കൊടുത്തു വിടുകയാണ് കേട്ടോ. നെല്ലൊക്കെ അവർ തന്നെയാണ് കൊണ്ടുവരിക, നമ്മൾ പൈസ കൊടുത്താൽ മതി. കഴിഞ്ഞ വർഷം നമ്മൾ 31 പറ വെച്ചിട്ടുണ്ടായിരുന്നു. അല്ല, തിരിച്ചു കൊണ്ടോളാൻ പറയാല്ലേ, ബാക്കിയുള്ളത് കൊണ്ടോളാൻ പറഞ്ഞതാണ്. ഇവിടെ വെച്ചു. അല്ല, ഇത് കൊട്ടയുണ്ടായിരുന്നില്ലേ ഇപ്പൊ ഞങ്ങൾ വെച്ചിട്ടില്ല. അയ്യോ, തിരിച്ചറിയാം മറന്നില്ല. അത് പഴയ എന്നാടിൻ അമ്മ തിരുവടിയുറയും കാലം ദേശം പന്തീരാണ്ടുകൾ കാത്തൊരു കാലം ഭരമായി ഭഗവതി തിരുമുടി ഉയരും കാലം ശങ്കര തനയേ ദൈത്യവിനാശേ സംഹാരിയാസുരനാശിനി ഭൈരവി രൂപേ